ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 33ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായർ പുതുഞായറാണ്. ഈ പുതുഞായറാഴ്ച തീർത്ഥയാത്രകൾ നടത്തുക എന്നുള്ളത് പതിവാണ്. എനിക്കറിയാം, നിങ്ങളിൽ പലരും ഈ പുതുഞായറാഴ്ച മലയാറ്റൂർ മല കയറുവാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളിലും കയറി ഇറങ്ങാറുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഉദ്യമങ്ങളെ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീട് മലബാറിലാണ്, കണ്ണൂർ ജില്ലയിലാണ്. എൻ്റെ വീടിനടുത്ത് ഒരു വലിയ ഭക്തിസാന്ദ്രമായ ഒരു മലയുണ്ട്. ആ മലയുടെ പേര് കൊട്ടത്തലച്ചി മലയെന്നാണ്. ഇന്നും ആയിരക്കണക്കിന് ആൾക്കാർ, ഭക്തജനങ്ങൾ ആ മലയിലേക്ക് പുതുഞായറാഴ്ച പോകാറുണ്ട്. സ്നേഹമുള്ളവരെ, എന്നാൽ 2000 ആണ്ടിൽ ഈ പുതുഞായറാഴ്ചയ്ക്ക് മറ്റൊരു സവിശേഷത കൂടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നൽകുകയുണ്ടായി. ദൈവകരുണയുടെ തിരുനാളായിട്ടാണ് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ആചരിക്കുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫൗസ്റ്റീനെ വിശുദ്ധ ഫൗസ്റ്റീനയായിട്ട് പ്രഖ്യാപിച്ച ദിവസം. അന്ന് ഡിവൈൻ മേഴ്സി സൺഡേ ആയി ലോകമെമ്പാടും ആചരിക്കുന്നു. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഫസ്റ്റ് സൺഡേ ലോകമെമ്പാടും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, ഫൗസ്റ്റീന വിശുദ്ധയാകുന്നതിന് മുൻപ് തന്നെ ഈ പ്രാർത്ഥനകളൊക്കെ തുടങ്ങിയിരുന്നു. കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, ദുഃഖവെള്ളിയാഴ്ച മുതൽ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഫസ്റ്റ് സൺഡേ വരെയുള്ള കാലയളവിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഈ 9 ദിവസം ഈശോയുടെ കരുണയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ നിമിഷം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ജീവിതത്തിൽ സന്തോഷത്തിലൂടെ കടന്നു പോകുന്ന സംതൃപ്തമായ ജീവിതം നയിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. നാഥാ, അവരെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന മനുഷ്യർ ധാരാളമുണ്ട്. അങ്ങയുടെ കരുണ ചൊരിയേണ്ട മേഖലകൾ വ്യക്തി ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും ആവശ്യമുണ്ട്. നാഥാ, സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വലിയ വേദനകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് സാമ്പത്തിക ഞെരുക്കമായിരിക്കാം, ബന്ധങ്ങളിലെ വിള്ളലുകളായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ആദികളും വ്യാധികളുമായിരിക്കാം. ദൈവമേ, എല്ലാ വേദനയും രോഗത്തിൻ്റെ അവസ്ഥയായിരിക്കാം. എല്ലാ വേദനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി അത് വളരെ പ്രസിദ്ധമാണ്. ആ ഡയറിയുടെ 1521ാമത്തെ നമ്പറിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഒരു പുരോഹിതൻ തൻ്റെ കരുണയെക്കുറിച്ച് പ്രസംഗിച്ചാൽ അത് കേൾക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുകയും അവരുടെ ജീവിതങ്ങളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരികയും ചെയ്യും. ഈശോയെ, അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ നിമിഷം എന്നോടൊപ്പം ഇത് കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയത്തെ അങ്ങ് തൊടണമേ. അവരുടെ ജീവിതത്തിലെ വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് സ്നേഹം ചൊരിഞ്ഞ് കരുണയോടെ അവരെ അങ്ങ് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലുള്ള ബന്ധന മേഖലകളിൽ നിന്നും എല്ലാവരും സുരക്ഷിതരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ പിക്ചർ നമ്മൾക്കൊക്കെ പരിചിതമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പല പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഡിവൈൻ മേഴ്സി ഈശോയുടെ പിക്ചർ
നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. ഈ രൂപം വരയ്ക്കുന്നതിന് മുൻപ് ഒത്തിരി വേദനകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഈ വിശുദ്ധ കടന്നുപോയി. പലതവണ യേശു ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ചിത്രം വരയ്ക്കുവാനായിട്ട് ഈ വിശുദ്ധ ശ്രമിച്ചു. ചിത്രകാരന്മാരെ കൊണ്ട് വരപ്പിക്കുമ്പോൾ പലപ്പോഴും അത് മാറ്റി വരയ്ക്കേണ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, 2019 അമേരിക്കയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫിലിം ഇറക്കിയിരുന്നു. ലവ് ആൻഡ് മേഴ്സി ഫൗസ്റ്റീന എന്നായിരുന്നു ആ ഫിലിമിൻ്റെ പേര്. ആ ഫിലിമിൽ വ്യക്തമായി ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ചിത്രകാരന്മാർ പലപ്പോഴും വന്ന് പല പിക്ചറുകളും വരച്ചു. പക്ഷേ ഒരു പിക്ചറും യേശു ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഫിനിഷ് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. ഫൗസ്റ്റീനയുടെ ഡയറി നമ്പർ 47 പറയുന്നത് ഇപ്രകാരമാണ്: നിന്റെ മുറിയിൽ ഞാൻ നിന്നെ സന്ദർശിച്ച അതേ രൂപം തന്നെ വരയ്ക്കണമെന്ന്. അങ്ങനെ പ്രാർത്ഥനയോടെ അനേകം നാളുകളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായി യേശു ആഗ്രഹിച്ച ഒരു പിക്ചർ വരച്ചു. ആ പടത്തിൽ പ്രകാശകിരണങ്ങൾ നിറഞ്ഞ 3 വർണ്ണങ്ങൾ കാണുവാനായി സാധിക്കും. ചുവപ്പ് കിരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഷ്ടതയിലൂടെയും ത്യാഗത്തിലൂടെയും നമുക്ക് ലഭിച്ച സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഈശോ തൻ്റെ രക്തം നൽകി നമ്മളെ സ്നേഹിച്ചു. വലിയ ആഴ്ചയിൽ കാൽവരി മലയിലേക്കുള്ള യാത്രയെക്കുറിച്ചും ഈശോ കുരിശിൽ ചിന്തിയ രക്തത്തെക്കുറിച്ചും ആ ത്യാഗത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ധ്യാനിച്ചു. ആ സ്നേഹത്തിൻ്റെ വലിയ അടയാളമാണ് ചുവപ്പ് എന്ന് പറയുന്ന ആ കളറിലൂടെ വ്യക്തമാക്കുന്നത്. വെള്ള നീല കിരണങ്ങൾ അതുകൊണ്ട് വ്യക്തമാക്കുന്നത് ശുദ്ധീകരണം അല്ലെങ്കിൽ പുതുക്കലാണ് അർത്ഥമാക്കുന്നത്. പാപത്തെ കഴുകിക്കളയുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ഇനിയും ആ പടത്തിൻ്റെ അടിയിൽ എഴുതിയ ഒരു വാക്യമുണ്ട്: ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. നമ്മൾ സറണ്ടർ ചെയ്യുകയാണ് പൂർണ്ണമായി. നമ്മുടെയൊക്കെ വേദനകളുടെ ദുഃഖങ്ങളുടെ നിമിഷങ്ങളിൽ നമ്മളൊന്നും അല്ല എന്ന് നമുക്കറിയാം. എല്ലാ പ്രതീക്ഷയും ഈശോ നൽകുന്നതാണ്. ആ പ്രഭാകിരണങ്ങൾ നമ്മൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്, പ്രത്യാശ നൽകുന്നതാണ്. ആ ഈശോയുടെ മുമ്പിൽ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് പറഞ്ഞ് നമ്മൾ അഭയം തേടുകയാണ് ചെയ്യുന്നത്. വിശ്വാസത്തിൻ്റെ വലിയ ഹൃദയസ്പന്ദനമാണ് ഇത് വിളിച്ചോതുന്നത്. സ്നേഹമുള്ളവരെ, എനിക്കറിയാവുന്ന ഒരു ഗണം ജനങ്ങളുണ്ട്. ഒരു വലിയ ഭക്തരാണ്. ഡിവൈൻ മേഴ്സി പിക്ചറിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്, കരുണക്കൊന്തകൾ ചൊല്ലാറുണ്ട്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്: ജീവിതത്തിൽ വലിയ ദുഃഖത്തിലൂടെയും ഒരുപക്ഷെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലെല്ലാം അവർ അഭയം തേടുന്നത് വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഈ രൂപത്തിൻ്റെ മുൻപിലാണ് എന്ന്. അങ്ങനെ അഭയം തേടുമ്പം വലിയ സന്തോഷം, ആനന്ദ നിർവൃതി ലഭിക്കുന്നതായിട്ട് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ കുമ്പസാരിക്കുവാനായിട്ട് ആശ്രമങ്ങളിലേക്കോ ധ്യാന കേന്ദ്രങ്ങളിലേക്കോ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവിടെ വിശുദ്ധ കുർബാന ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് അല്പസമയം ആ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാമോ എന്ന് ഞാൻ അവരോട് ചോദിക്കാറുണ്ട്. ഇനി ഒരുപക്ഷെ അതിനുള്ള അവസരമില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യമുണ്ട്: ഡിവൈൻ മേഴ്സി പിക്ചർ അവിടെ ഉണ്ടാവും. ആ രൂപത്തിൻ്റെ മുമ്പിലിരുന്ന് അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങാവോ എന്ന് അവരോട് ചോദിക്കും. വലിയ സന്തോഷമാണ്. ഞാൻ അവരെ നിരീക്ഷിക്കാറുണ്ട്. കുറേ സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി അവർ കുമ്പസാരിച്ച് വീണ്ടും ആ രൂപത്തിൻ്റെ അടുക്കിലേക്ക് പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ശക്തി നേടുന്ന നിമിഷങ്ങൾ. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദുഃഖങ്ങളുണ്ട്, നൊമ്പരങ്ങളുണ്ട്. ഒരുപക്ഷേ പള്ളികളിലേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായ ഈശോയെ നമ്മൾക്ക് കാണുവാൻ സാധിക്കില്ല. കാരണം അവിടെ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ചു വെച്ചിട്ടുണ്ടാവില്ല. എങ്കിൽപ്പോലും നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഡിവൈൻ മേഴ്സി ഈശോയുടെ പിക്ചർ ഉണ്ടാവാം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായി എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ഈ രൂപത്തിൻ്റെ മുമ്പിലേക്കൊന്ന് വരാൻ, അങ്ങനെ ഈശോയുടെ കരുണയെക്കുറിച്ച് ധ്യാനിക്കാൻ, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ടല്ലോ, എനിക്ക് വേണ്ടിയാണ് ഈശോ കാൽവരിയിൽ ബലിയർപ്പിച്ചത്, ആ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ
എൻ്റെ പാപങ്ങളെല്ലാം കഴുകി എന്നെ വിശുദ്ധീകരിക്കും. എന്നെ മാറോടണച്ച് സ്നേഹിക്കുന്ന ഒരു ദൈവം. ആ വലിയ വിശ്വാസത്തോടെ ഈ രൂപത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജീവിക്കുന്ന ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി നമ്പർ 1320 പറയുന്നത് ഇപ്രകാരമാണ്: ഒരു ആത്മാവ് എൻ്റെ കരുണയിലേക്ക് വിശ്വാസത്തോടെ പ്രവേശിച്ചാൽ അവൻ്റെ പാപങ്ങൾ എത്ര വലുതും ഭീകരവുമായാലും ഞാനത് ക്ഷമിച്ച് അവരെ അനുഗ്രഹിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, സുവിശേഷങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈശോയുടെ കരുണ. ഒരു സ്ത്രീയെ കല്ലെറിയുവാനായി ജനങ്ങൾ ഈശോയുടെ അടുക്കൽ കൊണ്ടുവരുന്നു. ആ സ്ത്രീയോട് ഒന്നും ചോദിക്കുവാനായിട്ട് ആദ്യം ഈശോ മുതിരുന്നില്ല. അവർ പറയുന്നതെല്ലാം കേൾക്കുന്നു. നിലത്തിരുന്ന് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ ചിത്രം. അവസാനം ആ സ്ത്രീയോട് പറയുന്നുണ്ട്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനിമേൽ നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളെ സ്നേഹത്തോടെ യാത്രയാക്കുന്ന ഈശോയുടെ ചിത്രം. ആ ദൈവത്തിൻ്റെ സ്നേഹം, ആ കരുണ, ആ പേടിച്ചു വിറങ്ങലിച്ചു നിന്ന ആ സ്ത്രീക്ക് വലിയൊരു കരുതൽ, ഒരു കരുണ ഈശോ കൊടുത്തു. നമുക്കറിയാം, 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയ ഈശോ മനുഷ്യന് ആത്മീയമായ ഭക്ഷണം, വചനം വിളമ്പി അതിനുശേഷം അവരെ പറഞ്ഞയക്കുവാനായി ശിഷ്യഗണങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ വഴിയിൽ വീണുപോകുമോ എന്ന് ഭയന്ന് ഈശോ അവരോട് പറഞ്ഞു, അത് പാടില്ല, അവർക്കുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? ചോദ്യം. അവർ പറഞ്ഞു, ഇത്രമേ അപ്പവും മീനും ഒക്കെ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ഈശോ അത് വാഴ്ത്തി വിഭജിച്ച് അവർക്ക് കൊടുത്തു. അവരെയൊക്കെ സംതൃപ്തരാക്കി. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയുമൊക്കെ കൈകളിൽ കാര്യമായൊന്നും ഈശോയ്ക്ക് കൊടുക്കുവാനായിട്ട് ഇല്ല. പക്ഷേ ഉള്ള ഒരു നല്ല മനസ്സുണ്ടല്ലോ, വലിയ ജോലിയായാലും ചെറിയ ജോലിയായാലും ഏൽപ്പിച്ച ജോലി ആത്മാർത്ഥതയോടെ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ, കൂടെയുള്ളവരുമായി ഒരു സ്നേഹത്തിൽ പോകുവാനായിട്ട് എത്രമാത്രം നമ്മളെ വേദനിപ്പിച്ചാലും കുറ്റപ്പെടുത്തിയാലും പരാതികളും വിദ്വേഷം നിറഞ്ഞ വാക്കുകളൊക്കെ പറഞ്ഞാലും അവരെ ഒന്ന് ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോഴും അവരും തരുന്ന ഒന്നും എനിക്ക് വേണ്ട, എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളും, ആ ഒരു വലിയ വിശ്വാസത്തോടെ മുന്നേറുമ്പോഴാണ് ഈശോയുടെ കരുണ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് കൊടുക്കുവാനായി സാധിക്കുക. ഇനിയും നമുക്കറിയാം, വഴിയരികിൽ 2 അന്ധന്മാർ വിളിക്കുകയാണ്, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ ഞങ്ങളിൽ കനിയണമെന്ന് പറഞ്ഞ്. ഒരു നിമിഷം കണ്ണടച്ചാൽ ഇരുട്ടാ, ഇനി അത് 1 മിനിറ്റ് നീണ്ടുപോയാലോ നമുക്ക് വലിയ പ്രയാസമാണ്. ആ പ്രയാസം അനുഭവപ്പെടുമ്പോഴും ഒരു വിചാരമുണ്ട്, കണ്ണു തുറന്നാൽ കാണാൻ പറ്റും. എന്നാൽ ജീവിതത്തിൻ്റെ യാത്രയിൽ കണ്ണ് മൂടപ്പെട്ട് അന്ധരായിപ്പോയവരുണ്ട്, ജന്മന അന്ധരായിപ്പോയ വ്യക്തികളുണ്ട്. പരസഹായമില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത നിമിഷങ്ങളിൽ അവർക്ക് ആരുമില്ല തുണയാകാൻ. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അവർ ഉച്ചത്തിൽ വിളിച്ചു, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ജനക്കൂട്ടം മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ജനക്കൂട്ടത്തിന് അതങ്ങനെ പറയാം, കാരണം ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന വേദന അവനല്ലെങ്കിൽ അവൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ എവിടെ നിന്ന് എങ്ങനെ വിളിച്ചാലും ദൈവം ഉത്തരമരുളുന്നവനാണ് എന്ന വിശ്വാസത്തോടെ അവർ വീണ്ടും വിളിച്ചു, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ ഞങ്ങളിൽ കനിയണമേ. പ്രിയപ്പെട്ടവരെ, ആ വിളിയുടെ മുമ്പിൽ ഈശോ നിൽക്കുകയാ, അവർക്ക് കനിവ് കൊടുക്കുക, അവരോട് കരുണ കാണിക്കുകയായി ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ തിരക്കേറിയ യാഥാർത്ഥ്യങ്ങളിൽ മുമ്പോട്ട് പോകുമ്പോൾ പലപ്പോഴും ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുന്ന മാതാപിതാക്കൾ, മക്കളുണ്ട്. ഇനി അവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പം ചില അവസരങ്ങളിൽ തകർച്ചകളും ദുഃഖങ്ങളും മാത്രമേ കാണാറുള്ളൂ. എന്നാൽ ദൈവത്തോട് അടുത്ത് നിൽക്കാത്ത ചില വ്യക്തികൾ, എന്തേ നിങ്ങൾ ദൈവത്തോടൊക്കെ അടുത്ത് നിന്നിട്ട് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് ആ ചുറ്റുമുള്ളവർ മാറിപ്പോകുമ്പോഴും എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് പറഞ്ഞ് ആ വലിയ സ്നേഹത്തോടെ വലിയ വിശ്വാസത്തോടെ ഈശോയിലേക്ക് അണയുമ്പോൾ
അത്രയും നാളത്തെ വിഴുപ്പ് ഭാണ്ഡങ്ങളും വേദനകളും ദുഃഖങ്ങളുമൊക്കെ ഏറ്റെടുത്ത് ഈ ലോകത്ത് ആരും തരാത്ത ആത്മീയ നിർവൃതിയിലേക്ക് നയിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇനി നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എങ്ങനെ കരുണ കാണിക്കാം എന്നതിനെക്കുറിച്ച് ഈ തിരുനാൾ ആചരിക്കുന്ന ഈ ദിവസങ്ങളിൽ ചിന്തിക്കാം. എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വസതി ഇടുക്കി ജില്ലയിലാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നു. വർഷത്തിൽ 1-2 തവണ അദ്ദേഹം അവധിക്ക് വേണ്ടിയിട്ട് നാട്ടിൽ വരുന്നു. ഈ സമയത്ത് അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിന് വലിയൊരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ തൊഴിലാളികളുണ്ട്. പല ഭാഷകളിൽപ്പെട്ട ആൾക്കാരുണ്ട് അവിടെ. 10-15 വർഷം തൻ്റെ തോട്ടത്തിൽ തനിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആ തൊഴിലാളികളെ അദ്ദേഹം വെറും കൈയോടെ പറഞ്ഞയക്കാറില്ല. അർഹതപ്പെട്ടവർക്ക് അദ്ദേഹം വീട് വെച്ച് കൊടുക്കും. അത് ആരോടും കൊട്ടിഘോഷിക്കാറില്ല. നിശബ്ദമായിട്ട് അവരുടെ നാട് എവിടെയാണോ അവിടെ അവർക്ക് ചെറിയൊരു വസതി ഒരുക്കി കൊടുക്കും. അപ്പോൾ അവർ സന്തോഷത്തോടെ അവിടെ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, കരുണയുടെ പ്രവൃത്തി കണ്ടോ? കരുണയുടെ പ്രവൃത്തി ചെയ്യുമ്പം അത് അങ്ങനെ മറ്റാരും അറിഞ്ഞു ചെയ്യണമെന്നൊന്നും ആഗ്രഹിക്കാതെ ആ കരുണയുടെ പ്രവൃത്തി വളരെ സംയമനത്തോടെ ചെയ്യുന്ന ഒരു വ്യക്തി. ഈ വ്യക്തിത്വങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട് തീരട്ടെ. നമ്മളും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഒരു ദിവസം എൻ്റെ ഓഫീസിൽ ഒരു സ്റ്റാഫ് താമസിച്ചു വന്നു. നിരന്തരമായിട്ട് താമസിച്ചു വരും. ഞാൻ അവനെ വിളിച്ചു ചോദിച്ചു, എന്താണ് എല്ലാ ദിവസവും ഇങ്ങനെ താമസിച്ചു വരുന്നതെന്ന് ചോദിച്ചു. ആ മറുപടി പറഞ്ഞു, അച്ചോ, നേരത്തെ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ഗ്രാൻഡ് പാ കിടപ്പിലാണ്. എല്ലാ കാര്യങ്ങളും കിടന്ന കിടപ്പിൽ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് വരുന്നത്. പപ്പായ്ക്കോ അമ്മയ്ക്കോ ഒക്കെ പ്രായമായി. അപ്പോൾ ഈ ഗ്രാൻഡ് മായിനെ മാനേജ് ചെയ്യുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. ഞാൻ ഓഫീസ് കഴിഞ്ഞ് 5:30-6 മണിയാകുമ്പോഴേ വീട്ടിലെത്തിയുള്ളൂ. ആയതിനാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഞാൻ ഗ്രാൻഡ് പായെ സഹായിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ മാതാപിതാക്കളോട് ചേർന്ന് ചെയ്തു കൊടുക്കും. അങ്ങനെ വന്നു കഴിയുമ്പം സമയമാകും. ചില കാര്യങ്ങളൊക്കെ അച്ചോ തിടുക്കത്തിൽ ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ലല്ലോ, അതിനൊക്കെ ഒരു സാവകാശം വേണ്ടേ. അങ്ങനെ വരുമ്പം എനിക്ക് നേരത്തെ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചിലപ്പോൾ ഞാൻ താമസിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, അത് കേട്ടപ്പം പിന്നെ ഒരിക്കലും ഞാൻ ആ വ്യക്തിയോട് താമസിച്ചു വരുന്നതിനെക്കുറിച്ച് ചോദിക്കാറില്ല. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ആ മകൻ തൻ്റെ കുടുംബത്തിൽ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ വീട്ടിലുള്ളവരോട് എത്രമാത്രം കരുണ കാണിക്കുവാൻ സാധിക്കുന്നുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒരുപക്ഷെ ഹസ്ബൻഡും വൈഫും ജീവിത പങ്കാളികൾ 2 പേരും ജോലിയുള്ളവരാണ്. ജോലിയെല്ലാം കഴിഞ്ഞ് ഒരുമിച്ച് വന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നവർ, വീട് ക്ലീൻ ചെയ്യുന്നവർ, മക്കളുടെ പഠനത്തിൽ ശ്രദ്ധിക്കുന്നവർ, പ്രായമായ മാതാപിതാക്കളെ നോക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങൾ എന്നെ ശ്രവിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. എന്നാൽ മറുവശത്ത് 2 പേരും ജോലിക്ക് പോകുന്നു. തിരിച്ചു വന്നു കഴിയുമ്പം ആരെങ്കിലും ഒരാൾ തന്നെ കഷ്ടപ്പെടേണ്ട അവസ്ഥ, കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ വഹിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ. ഈ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഒരു ചെറുവിരൽ സഹായം നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുമോ? അപ്പനും അമ്മയും ഒന്ന് ചേർന്ന് ഭക്ഷണമുണ്ടാക്കുമ്പോൾ, വീട് ക്ലീൻ ചെയ്യുമ്പോൾ, പ്രായമായ മാതാപിതാക്കളെ പരിപാലിക്കുമ്പോൾ ഈ മക്കളുടെ മനസ്സിലും വലിയ ഓർമ്മകളായിട്ട് അത് അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരും പ്രായമാകുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തയ്യാറാകുന്നു. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു ഗാഡ്ജറ്റ് എടുത്ത് ഏതെങ്കിലും ഒരു മൂലയിലേക്ക് മാത്രം ഒതുങ്ങപ്പെടുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ കരുണയുടെ പ്രവൃത്തികൾ നമ്മുടെ വീടുകളിൽ ആരംഭിക്കാം. കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ കണ്ണൂർ ജില്ലയിൽ നിന്നും മലയാറ്റൂരിലേക്ക് നടന്നു വരികയാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ആ വൈദികനുമായുള്ള ഇൻ്റർവ്യൂ നാം ഒരുപക്ഷെ കേട്ടിരിക്കും. അദ്ദേഹവുമായി അല്പം ഞാൻ സംസാരിച്ചു. എനിക്ക് അടുത്ത് പരിചയമുള്ള ഒരു വൈദികനാണ്. അദ്ദേഹം പറഞ്ഞു, നടന്നു വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ആഗ്രഹിച്ച സ്ഥലത്ത്, ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താറില്ല. അങ്ങനെ വരുമ്പം കാലൊക്കെ പൊട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ കടത്തിണ്ണകളിലോ മരത്തിൻ്റെ ചുവട്ടിലോ ആണ് അഭയം തേടുന്നത്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾ ധരിച്ച കാവിമുണ്ടും ഉടുപ്പും ഒക്കെ ആൾക്കാർക്കറിയാം. ജാതി മത ഭേദമന്യേ ആൾക്കാർ വന്ന് എന്താണ് വേണ്ടത്, എന്ത് സഹായമാണ് വേണ്ടതെന്ന് ചോദിക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ. ചൂടുവെള്ളം വേണോ,
കടക്കാൻ വസതി വേണോ, ഭക്ഷണം വേണോ എന്ന് ചോദിക്കുന്ന വ്യക്തികൾ. സ്നേഹമുള്ളവരെ, അങ്ങനെയുള്ളൊരു കരുണയുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊന്ന് കണ്ണു തുറക്കാം, ചുറ്റുവട്ടം നോക്കാം. ഈ കരുണയുടെ തിരുനാളിൽ എൻ്റെ ചുറ്റുമുള്ളവർക്ക്, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക്, എൻ്റെ സമൂഹത്തിലുള്ളവർക്ക് എൻ്റെ സാന്നിധ്യം അനുഗ്രഹമായിട്ട് മാറണം. തൂവലിട്ടിട്ട് പറന്ന പക്ഷി, നമുക്കറിയാം, ആ പക്ഷിയെപ്പോലെ ആകുവാനായി ഈ കരുണയുടെ തിരുനാളിൽ ശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെയും അവരുടെ ഹൃദയത്തെ അങ്ങ് ജ്വലിപ്പിക്കണമേ. കാരണം കരുണയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഹൃദയത്തിൽ ജ്വലനമുണ്ടാകുന്നു, അത്ഭുതം ഉണ്ടാകുന്നു. അങ്ങനെയാണല്ലോ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈശോയെ, ഈ കരുണയെക്കുറിച്ച് കേൾക്കുമ്പോൾ കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.